എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 31 തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. കയ്യിൽ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുവദിച്ചത് 10,050.49 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് ആകെ 927.21 കോടി രൂപയാണ് അനുവദിച്ചത്. ഇത് ബാങ്ക് അക്കൗണ്ട് വഴി വിതരണം ചെയ്യാൻ 494.13 കോടി രൂപയും വീടുകളിൽ നേരിട്ട് വിതരണം ചെയ്യാൻ 433.08 കോടി രൂപയുമാണ് അനുവദിച്ചത്. വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻകാർക്ക് വിതരണം ചെയ്യാൻ 123.28 കോടി രൂപയും അനുവദിച്ചു. 2000 രൂപ വീതമാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. കേന്ദ്ര വീതം 300, 200, 500 കുറവുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം അതും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ വീടുകളിൽ കയ്യിൽ വാങ്ങിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റായി അറിയിക്കാൻ മറക്കരുത്. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഭൂരിഭാഗം ആളുകൾക്കും അപകട ഇൻഷുറൻസ് സുരക്ഷ ലഭിക്കും എന്നുള്ളത്. വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അടുത്ത അധ്യയന വർഷം മുതൽ ഇത് നടപ്പിലാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 12 വരെ പഠിക്കുന്ന 43 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് നിശ്ചിത പ്രീമിയം ഉണ്ട്. പക്ഷേ ഒറ്റ പൈസ പോലും ഒരു വിദ്യാർത്ഥിയും അടയ്ക്കേണ്ടി വരില്ല. പദ്ധതിയുടെ പ്രീമിയം തുക മുഴുവനായും സർക്കാർ വഹിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടം ഉള്ളതിനാൽ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനാകും. സേവന നിലവാരം ഉറപ്പാക്കാനും സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ മൂലം ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി. പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്ന രൂപത്തിലാണ്. അപകടത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടാൽ കുടുംബത്തിന് 3 ലക്ഷം രൂപ നൽകും. പൂർണ്ണമായ അംഗവൈകല്യം സംഭവിച്ചാലും 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചാൽ 75,000 രൂപ വരെ ചികിത്സാ ചെലവ് ലഭ്യമാക്കും. അസ്ഥിഭംഗം, വൈദ്യുതാഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിന്റെയോ കടിയേൽക്കുക, അതുമൂലമുള്ള പരിക്കുകൾ, ഭക്ഷ്യ വിഷബാധ തുടങ്ങിയവക്ക് 5,000 രൂപ ചികിത്സാ സഹായം ലഭ്യമാക്കും എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ പ്രഖ്യാപിക്കാതെ നിയമസഭാ ഇലക്ഷന് 2 മാസം മുമ്പ് മാത്രം ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത ഭരണം ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും വാഗ്ദാനങ്ങളാണ് എന്ന വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മറ്റു പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. ഇത് ശരിവെക്കുന്ന രൂപത്തിലാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. സംസ്ഥാനത്തിന്റെ കടബാധ്യത 4,88,910 കോടി രൂപയാണ് എന്ന് ബജറ്റിൽ വ്യക്തമാക്കി. 2024-25 ഇത് 4,35,314 കോടി രൂപയായിരുന്നു. ഒരു വർഷം കൊണ്ട് വർദ്ധിച്ച കടം 53,596 കോടി രൂപയാണ്. കേരളം കടം കയറി തളർന്നിരിക്കുകയാണ് എന്ന ആക്ഷേപം ഗൗരവമുള്ള ആരും ഉന്നയിക്കില്ല എന്നാണ് എന്നിട്ടും ധനമന്ത്രി അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ നാളത്തോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. ഇനിയും ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിന് പുറമെ നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്കും ഈ മാസം മുതൽ ആട്ട അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ വാങ്ങുക. കഴിഞ്ഞ 2 മാസം വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാരുണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും വാങ്ങണം. ഇല്ല എങ്കിൽ മുൻഗണനാ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാത്തിരുന്ന ആധാർ ആപ്പ് ലോഞ്ച് ചെയ്തു. ആധാർ അപ്ഡേഷനുകൾക്കായി ഇനി ദീർഘനേരം ക്യൂ നിൽക്കേണ്ടി വരില്ല.
പകരം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ മാറ്റുന്നതിനും അഡ്രസ് മാറ്റുന്നതിനും കഴിയും. അപ്ഡേറ്റ് വേഗത്തിലാക്കാനും ഭൗതിക ആധാർ കാർഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്നതിനുമാണ് ആധാർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 2 വഴിയിലൂടെ ആപ്ലിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്താം. പേരോ പ്രായമോ നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഇല്ലാതെ വെരിഫിക്കേഷൻ അനുവദിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള QR കോഡ് ഉപയോഗിച്ചുള്ള രീതിയാണ്. ആപ്ലിക്കേഷൻ വഴി അഡ്രസ്സും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ ആധാറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഹോം സ്ക്രീനിൽ അപ്ഡേറ്റ് ആധാർ ഡീറ്റെയിൽസ് എന്നതിൽ പോയി മൊബൈൽ നമ്പർ ആണോ അതോ അഡ്രസ് ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുത്തതിന് ശേഷം പുതിയ വിവരങ്ങൾ നൽകി വെരിഫിക്കേഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് ചെറിയ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് റിക്വസ്റ്റ് പ്രോസസ് ചെയ്ത് തുടങ്ങുകയും ആധാർ രേഖകളിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് ആധാർ ആപ്പിന്റെ വരവോടുകൂടി നിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹോട്ടലുകൾ, പരിപാടികളിലെ സംഘാടകർ, സമാന സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിൽ ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരും എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ ആധാറിന്റെ വരവോടുകൂടി ആധാറിന്റെ ഫിസിക്കൽ കോപ്പിയുടെ ഉപയോഗം കാര്യമായിട്ട് തന്നെ കുറയും. പുതിയ ഫിസിക്കൽ കോപ്പി ആധാർ കൂടി വരുന്നുണ്ട്. അത് QR കോഡായിരിക്കും അതിലുണ്ടാകുക. ആധാർ ഉടമയുടെ പേരും QR കോഡും മാത്രമായിരിക്കും ആധാറിൽ ഉണ്ടാവുക. നമ്പർ പോലും ആധാറിൽ നിന്നും നമുക്ക് കാണാൻ കഴിയില്ല. QR കോഡ് സ്കാൻ ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അതുപോലെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഗുണഭോക്താക്കളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നിരവധി സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിംഗ്, മറ്റു കാര്യങ്ങൾ എല്ലാവയ്ക്കും ആധാർ കാർഡ് അനിവാര്യമാണ്. ബയോമെട്രിക് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങുകൾ, ഇവയ്ക്കെല്ലാം ആധാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധാറിലെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെയാണ്. മൊബൈൽ നമ്പർ ഇല്ലാത്ത ആധാർ കാർഡിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ അത് പുതിയ ആപ്ലിക്കേഷൻ മുഖേന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും ഇനി ആധാർ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ളവരാണ്, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പെൻഷൻ വാങ്ങുന്നവർ, സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിച്ചിട്ടുള്ളവർ എങ്കിൽ അവരുടെ ആധാർ കാർഡും പുതുക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, ആധാറിലെ അശ്രദ്ധമായിട്ടുള്ള ഉപയോഗം നമുക്ക് പല ആളുകളുടെയും അക്കൗണ്ടിൽ നിന്ന് പണം വരെ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ആപ്പ് വഴിയുള്ള ആധാർ ഉപയോഗിക്കുമ്പോൾ അത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നത്. സ്വർണത്തിന് ഇന്ന് റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ റെക്കോർഡ് ഉയർച്ച വന്നിരുന്നു. സ്വർണത്തിന് ഇന്ന് രാവിലെ 5240 രൂപ കുറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 1040 രൂപ കുറഞ്ഞു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 15,510 രൂപയും 1 പവൻ സ്വർണത്തിന് 1,24,080 രൂപയുമായി ചുരുങ്ങി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ